ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടീം നയിച്ച ചെന്നൈ കൺവെൻഷൻ ഫിയാത്ത് 2016. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം എപ്രകാരം നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെ മേൽ അധികാരവും ആധിപത്യവും കൊടുത്തു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? അതിന് ഉത്തരം നമ്മൾ തപ്പുമ്പോൾ യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ലേക്ക് പോകേണ്ടി വരും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. 2 കാര്യങ്ങൾ ശ്ലീഹ പറയുകയാണ്. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അടിവരയിടുകയാണ്. അങ്ങനെ തന്നെ അത് വളരെ വ്യക്തമായി ഉറപ്പിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ തപ്പുമ്പോൾ, പരിധി നോക്കുമ്പോൾ യേശു കർത്താവിലാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഇത്രയും വ്യക്തമായി, ഇത്രയും കൃത്യമായി പിതാവിൻ്റെ സ്നേഹം പലയിടത്തും ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവോട് കൂടിയിട്ട് ഈ സ്നേഹം നാം ശരിക്ക് അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ നാം യേശു ഒരു ഘോഷയാത്രയുടെ മുമ്പിൽ എത്തിച്ചേരുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. നായിൻ എന്ന പട്ടണത്തിലേക്ക് യേശു ശിഷ്യന്മാരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുക. കുറേ ജനാരവമുണ്ട് കൂടെ, കുറേ ജനങ്ങൾ കൂടെയുണ്ട്. അവർ ചെന്നെത്തുന്നത് ഒരു ശവഘോഷയാത്രയുടെ മുമ്പിലാണ്. ഈ ശവമഞ്ചത്തിന് പിന്നിൽ ഒരു സാധു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പേരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. സാരമില്ല പെങ്ങളെ, സാരമില്ല ആങ്ങളെ, സാരമില്ല ചേട്ടാ, സാരമില്ല അപ്പച്ച, സാരമില്ല അമ്മച്ചി, കരയണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവർ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ഞാൻ എൻ്റെ മക്കളൊക്കെ കൊച്ചുനാളിൽ ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയെ കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാരമില്ല പോട്ടെ, അച്ചാച്ചൻ അരിശം വന്നിട്ട് തല്ലിതല്ലേ എന്നൊക്കെ പറയും. എന്നാൽ അവർ പിന്നെയും കരയും. നമ്മളൊക്കെ ആരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാലും പിന്നെയും അവർക്ക് ആശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയോട് കരയുണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരയുണ്ട എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7:14 യേശു പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. തൽക്ഷണം അവൻ എഴുന്നേറ്റിരുന്നു. അപ്പം ഞാൻ ഈ സ്ത്രീയെ, നായിലെ വിധവയെ ഒരു ഇൻ്റർവ്യൂവിന് വിധേയമാക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനങ്ങനെ ചോദിക്കുക, അല്ലയോ പെങ്ങളെ, എന്താണ് ഈ ശവടക്കിലെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പറയുക? ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒന്നും പറയണ്ട എൻ്റെ ബ്രദറെ, വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ചെറുപ്പക്കാരനെ വളർത്തിക്കൊണ്ട് വന്നത്, ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നത്. പല വീട്ടിലും പോയി പണിയെടുത്തും ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ഈ ചെറുപ്പക്കാരനെ
ഇത്രയൊക്കെ എത്തിച്ചു കഴിഞ്ഞ പെട്ടെന്നായിരുന്നു ബ്രദറെ സംഭവിച്ചത്. പെട്ടെന്നവൻ മരിച്ചുപോയി. ഞാനിന്ന് അനാഥയാണ്, എനിക്ക് ആരുമില്ല ബ്രദറെ എന്നായിരിക്കില്ലേ അവർ പറയുക. അതല്ലേ സാധാരണഗതിയിൽ. എന്നാൽ അതായിരുന്നോ സത്യം? അതായിരുന്നില്ല സത്യം. സത്യമാണ് ഈ ഘോഷയാത്രയിൽ ഈ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് ആ ചെറുപ്പക്കാരനോട് യുവാവേ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, സത്യമെന്ന് പറയുന്നത് ഒരു ചിന്താ വിഷയമല്ല. സത്യമെന്ന് പറയുന്നത് ഒരു പാഠ്യ വിഷയമല്ല. സത്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, യേശു എന്ന വ്യക്തിയാണ്. ഈ സത്യമെന്ന് പറയുന്ന വ്യക്തി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യേശു നമ്മോട് പറയുക, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു സത്യത്തെക്കുറിച്ച് നിന്നെ പഠിപ്പിക്കാമെന്നല്ല. യേശു നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വഴിയെക്കുറിച്ച് പഠിപ്പിക്കാമെന്നല്ല. നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ജീവനെക്കുറിച്ച് പഠിപ്പിക്കാമെന്നല്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യമെന്ന് പറയുന്ന വ്യക്തിയെ നാം കണ്ടുമുട്ടുമ്പോൾ അവിടെ ആഴമായ ഒരു ബന്ധത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിൻ്റെ സംഗമവേദിയായി മാറും, ഒരു അനുഭവ വേദിയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇത് അഗാധമായ ഒരു ബന്ധത്തിലേക്കുള്ള യാത്രയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു കൂട്ടായ്മയുടെ തലമാണ് ഈ സത്യമെന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയാൻ വേണ്ടി നമുക്ക് മുമ്പിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അതാണ് യേശു കർത്താവ്. ഈ യേശു കർത്താവിന് എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കാൻ പറ്റും. ദൈവം സകലരെയും സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:8 ദൈവ സ്നേഹമാണ്. വാട്ട് ഈസ് ഗോഡ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇങ്ങനെ യോഹന്നാൻ ശ്ലീഹ പറയും, ഗോഡ് ഈസ് ലവ്. 4:16 ഇങ്ങനെ പറയുന്നു, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കുമോ? ദൈവം ഈ പ്രപഞ്ചത്തിൽ ആരെയും ശിക്ഷിക്കില്ല. സകലരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ പുത്ര യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് നൽകിയത്. അവനെ സ്വീകരിക്കുന്ന സകലർക്കും രക്ഷയുണ്ട്. അതാ പിതാവിൻ്റെ കരുതൽ, അതാ പിതാവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ദൈവം ഒരു പാപിയെയാണോ ഒരു വിശുദ്ധനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? എന്നാൽ നാളെ കുമ്പസാരം തുടങ്ങും, ആരും കുമ്പസാരിച്ചേക്കരുത്. പാപിയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ പിന്നെ പാപത്തിൽ ജീവിച്ചാൽ പോരെ? ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. ഒരു പാപിയെയും ഒരു വിശുദ്ധനെയും ദൈവം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. മാറ്റമില്ല. മാറ്റം എവിടെ വരുന്നറിയാമോ? ഒരു വിശുദ്ധൻ ഓരോ നിമിഷങ്ങളിലും പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു പാപിക്ക് ഇത് അനുഭവിക്കാൻ പറ്റുകയില്ല. ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പാപത്തിൽ അതിൽ തന്നെ ശിക്ഷ കിടപ്പുണ്ട്. ദൈവം ശിക്ഷിക്കുന്നതല്ല. ആസിഡ് കുടിച്ചാൽ മരിക്കുവോ? പൊള്ളുവോ? ആസിഡ് കുടിച്ചാൽ പൊള്ളും. ഉപ്പിന് പുളിപ്പില്ലേ? ഇതുപോലെ പാപത്തിൽ അതിൽ തന്നെ ശിക്ഷ കിടപ്പുണ്ട്. പാപത്തിൽ അതിൽ തന്നെ ശിക്ഷ കിടപ്പുണ്ട്. ദൈവം ശിക്ഷിക്കുന്നതല്ല. പാപിയെയും വിശുദ്ധനെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നു. മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ സ്നേഹം ശരിക്കും അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകയാൽ എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ പാപത്തിൽ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും പാപം ചെയ്തു കഴിഞ്ഞാൽ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ല. ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പാപത്തെ തലോലിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ബ്ലോക്ക് ചെയ്യപ്പെടും. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ അച്ഛൻ നിങ്ങൾക്കായിട്ട് പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചിരിക്കുവാണോ? ഹല്ലേലൂയ. ഇവിടെ ഒരു കെറ്റലില്, ചൂടാറാത്തൊരു കെറ്റലില് പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ പേപ്പർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെന്റ് വന്നു, എല്ലാവരും വന്നിട്ട്
ഓരോ ഗ്ലാസ് കുടിച്ചിട്ട് പൊക്കോ. നിങ്ങളെല്ലാവരും വന്ന് ടാപ്പ് ഇങ്ങനെ തിരിക്കാൻ തുടങ്ങി. അടി ഗ്ലാസ് പിടിച്ചു. പാൽപ്പായസം വീഴുന്നില്ല. പലരും പരിശ്രമിച്ച് വീഴുന്നില്ല. അവസാനം നിങ്ങൾ മടുത്തിട്ട് ഇട്ടച്ച് പോയി. അപ്പോൾ വാളണ്ടിയേഴ്സൊക്കെ കൂടെ വന്ന് വെച്ചിട്ട് ഇതെന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മൊത്ത കെറ്റലിലെ പായസം കമത്തി ഒന്ന് കഴുകി പെറുക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പാത്രം ശരിക്കും കഴുകാത്തതുകൊണ്ട് അതിനകത്ത് ചെറിയ തവളയുണ്ടായിരുന്നു. നല്ല ചൂട് പാൽപ്പായസത്തിനകത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പം തവള ചത്തു ഈ ടാപ്പിൻ്റെ അകത്തിരുന്ന്. പിന്നെ എങ്ങനെ തിരിച്ചിട്ടും പാൽപ്പായസം വരുന്നില്ല. ആ ടാപ്പിൻ്റെ അകത്ത് തവള ചത്ത് മുറുകിയിരിക്കുന്നത് കൊണ്ടാണ്, ടൈറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പായസം വരാതിരിക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം. പാപം ഈ ചാല് മറച്ചു കളയും. ദൈവത്തിൻ്റെ സ്നേഹം. വിലാപങ്ങളുടെ പുസ്തകം 3:22. ഓരോ പ്രഭാതത്തിൽ അത് പുതിയതാണ്. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തനം 32:10. ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ വെച്ച് ഞാൻ അവനെ കണ്ടു. അവനെ വാരിപ്പുണർന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ. എങ്ങനെയാ? കണ്ണിലെ കൃഷ്ണമണി പോലെ അവനെ കാത്തു സൂക്ഷിച്ചു. കൃഷ്ണമണിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തത്, ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-14 വർഷം മുമ്പ് എൻ്റെ കണ്ണിലൊരു അലർജി വന്നു. ഈ അലർജി ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കണ്ണിൽ പൊടിയടിക്കുന്നതാണ് പ്രശ്നം. കണ്ണിൽ വല്ലാണ്ട് പഴുപ്പ് കയറും, കണ്ണ് ചുമക്കും. അതുകൊണ്ട് ബസ്സിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യരുത്. ഒരു ദിവസം അതൊന്നും ഞാൻ ഓർത്തില്ല. സൈഡിൽ ഇങ്ങനെ പുറം കാഴ്ചകൾ കണ്ട് ഇങ്ങനെ സുന്ദരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ ഇടുങ്ങിയ റോഡിൽ സൈഡിൽ ഒരു കമ്പ് ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണിലടിച്ചു. ഞാൻ പേടിച്ചു പോയി. കണ്ണ് പൊട്ടി തകർന്നു. അതാണ് എൻ്റെ ചിന്ത. പക്ഷെ ഒരു കാര്യം, കുറച്ചു നേരം വേദന കഴിഞ്ഞ് തിരുമ്മി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കണ്ണ് കാണാൻ ചുമന്നിട്ടേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഈ കമ്പ് വരുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും വന്ന് അടിക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണിൻ്റെ പോള അടഞ്ഞുപോയി. അതുകൊണ്ട് മുറിവ് പറ്റിയത് കണ്ണിൻ്റെ പുറത്താണ്. അതാ കൃഷ്ണമണിയുടെ പ്രത്യേകത അല്ലേ? നിങ്ങളുടെ കണ്ണ് ആരെങ്കിലും വിരലെന്ന് തൊടാൻ നോക്കി അന്നേരം അടയല്ലേ? കണ്ണിലെ കൃഷ്ണമണി പോലെ. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ. കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ. അതുകൊണ്ട് തന്നെ അതിന് സംരക്ഷണം വളരെ മനോഹരമായി പോള ഉണ്ടാക്കി വെച്ചിരിക്കുക ദൈവം. കണ്ണിലെ കൃഷ്ണമണി പോലെ അവനെ കാത്തു സൂക്ഷിച്ചു. സങ്കീർത്തനം 17:8. കർത്താവേ, എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമേ. സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നീ കാത്തു സൂക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ വളരെ പ്രിഷ്യസ് വണ്ണാണ്, വളരെ പ്രധാനപ്പെട്ടവരാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വിജാതിരയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. അവിടെ വന്ന് ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിനായിട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ വന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാനാണ് സാറേ വന്നത്. ആയിക്കോട്ടെ മോളെ, പ്രാർത്ഥിച്ചേക്കാം. ഒരു മേശ ഞങ്ങൾക്കിടയിലുണ്ട്. ആ മേശയ്ക്കപ്പുറത്ത് കസേരയിൽ അവൾ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചെന്ന ഒരു അടയാളം, ഒരു അനുഭവം ഇതാണ്. ഇവളുടെ തലയിൽ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ തലയിൽ ഒരു മുടി നരച്ചിട്ടുണ്ട്, ഒറ്റ മുടി. അത് തന്നെ അവൾക്ക് വലിയ വിഷമമായി. ഇത്ര ചെറുപ്പത്തിൽ മുടി നരച്ചു തുടങ്ങിയോ? അവൾ അതുകൊണ്ട് എന്ത് ചെയ്തു? നരയ്ക്കാത്ത മുടി ഇട്ട് നരച്ച മുടിയെ മൂടി വെച്ചിരിക്കുകയാണ്. കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, മോളെ, നിന്റെ തലയിൽ ഒരു മുടി നരച്ചിട്ടുണ്ടല്ലേ? ഉടനെ അവൾ ചോദിച്ചു, അതെങ്ങനെ സാറ് കണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല മോളെ, ഞാൻ കണ്ടില്ല. കാരണം അത് കാണാൻ പറ്റില്ല, അത് അതുപോലെ മൂടി വെച്ചിരിക്കുക കൊച്ച്. ഞാൻ കണ്ടില്ല മോളെ, ഇത് കർത്താവ് കണ്ടു. കർത്താവാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിന്റെ തലയിൽ ഒരു മുടി നരച്ചിട്ടുണ്ട് എന്നത്. ഇവൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ തലയിലെ ഈ നരച്ചൊരു മുടിയെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ വേദനയായിരുന്നു. അതെൻ്റെ ദൈവം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മുടി ചീകില്ലേ? മുടി ചീകിയോ? എത്ര മുടി കൊഴിഞ്ഞു പോയി, ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് കൃത്യം പറയും. നിന്റെ തലമുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് എത്ര തവണ കൊടുത്തു? എന്നിട്ട് ഇപ്പോഴും ഇരിക്കുക മല പോലെ അകത്തല്ലേ? അല്ലേ? ആണോ? പ്രിയ സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ കർത്താവുമായിട്ട് നമുക്കൊരു അഗാധമായ ബന്ധം, അതൊരിക്കലും അവസാനിക്കാത്തൊരു സഹവർത്തിത്വം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് 3 കഥകൾ നമ്മൾ വായിക്കും. 1, കാണാതെ പോയ ആടിന്റെ കഥ. 2, കാണാതെ പോയ നാണയത്തിന്റെ കഥ. 3, കാണാതെ പോയ അല്ലെങ്കിൽ പുറപ്പെട്ടു പോയ ധൂർത്തപുത്രന്റെ കഥ. ഇത് 3 എനിക്ക് വിവരിക്കാൻ ആഗ്രഹമില്ല. പക്ഷേ മൂത്തപുത്രനെ കുറിച്ച് പറയാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവൻ അപ്പനോടൊപ്പം അപ്പൻ പറയുന്നെല്ലാം കേട്ട് വയലിൽ പണിക്കാരോടുത്ത് പണിയെടുത്തുകൊണ്ടിരുന്നവനാണ്. അവൻ വയലിൽ നിന്ന് കയറി വരുമ്പോൾ വീട്ടിൽ വലിയ പാട്ടും ഡാൻസും ഒച്ചപ്പാടുകളൊക്കെ കേട്ട് അവൻ വേലക്കാരനോട് ചോദിച്ചു, എന്താ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു, അനുജൻ തിരിച്ചു വന്നിരിക്കുക. അവൻ കോപിച്ച് പുറത്തു നിന്നു. വീടിനകത്ത് കയറാതെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരൊക്കെ സ്നേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെട്ടിമാറ്റി നിർത്തിയിട്ടുണ്ടോ അതോടെ നമ്മൾ വീടിന് പുറത്തായിട്ടുണ്ട്. ധൂർത്തപുത്രൻ അനുജനെ വെട്ടിമാറ്റിയതുകൊണ്ട് അവൻ വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട്, പുറത്തു നിൽക്കുകയാണ്. അപ്പൻ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ എപ്പോഴും എൻ്റെ കൂടെയുള്ളതല്ലേ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. അവൻ പറഞ്ഞൊരു വാക്കിതാണ്, അപ്പാ, എത്ര വർഷക്കാലമായി ഞാൻ അപ്പനോടൊപ്പം ഈ പറമ്പിൽ പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പം പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും എൻ്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുന്നതിന് നീ തന്നില്ല? അവൻ്റെ പരാതി അതാ. അപ്പൻ കൊടുത്ത മറുപടി ഇതാണ്, മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ആർക്കുള്ളത്? പിതാവിനുള്ളതെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. മക്കളെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും ഈ മൂത്ത മകന് ഒരാട്ടിൻകുട്ടിയെ എടുത്ത് കൂട്ടുകാരോടൊപ്പം കൊന്നു ഭക്ഷിക്കാൻ ഈ അപ്പനോട് ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന് അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പൻ്റെ കൂടെ ആയിരുന്നിട്ടും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആ സഹവർത്തിത്വം അനുഭവിക്കാൻ പറ്റാതെ കടന്നുപോയ ഒരു മകനാണ് ഈ മൂത്ത മകൻ. പലപ്പോഴും കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് വിഭിന്നമല്ല. ഇതെല്ലാം നമുക്കുണ്ട്. നമ്മളെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരുന്നിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സഹവർത്തിത്വം, കൂട്ടായ്മ, ഇതൊരു ബന്ധമാണ്. എല്ലാ സ്നേഹങ്ങളും ഒരു ബന്ധത്തിലേക്കാണ് നയിക്കുക. ഹല്ലേലൂയ. വിവാഹം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരു സ്നേഹത്തിൻ്റെ ബന്ധം ആരംഭിക്കുകയാണ്. അപ്പനും മക്കളും, മക്കളുണ്ടായിക്കഴിഞ്ഞു അപ്പനും മക്കളും അമ്മയും മക്കളും ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. ഇതുപോലെ തന്നെ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ യേശു കർത്താവുമായിട്ട് നമുക്കുണ്ടാകണം. അതായത് കാലത്തെ വായിച്ചു കേട്ട മത്തായി 6:33, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. ഉത്തമഗീത 8-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം, പ്രേമം മരണം പോലെ ശക്തമാണ്. പ്രേമാഗ്നിയെ കെടുത്തുവാൻ ജലസഞ്ചയങ്ങൾ കാവുകയില്ല. ഉത്തമഗീതം വളരെ മനോഹരമായൊരു പുസ്തകം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ വരച്ചു വെച്ചിരിക്കുകയാണ് ഉത്തമഗീതം എന്ന പുസ്തകത്തിലൂടെ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രേമം മരണം പോലെ ശക്തമാണ്, പ്രേമാഗ്നിയെ കെടുത്തുവാൻ ജലസഞ്ചയങ്ങൾ കാവുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രേമം എന്ന് പറയുന്നത്, പ്രകാശ് എന്ന് പറയുന്ന ഈ മകന് വേണ്ടി മരിക്കാനുള്ള ഒരു പ്രേമം, പിരിയാനാവാത്തൊരു പ്രേമം, അങ്ങനെ വിലയ്ക്ക് വാങ്ങിയെടുക്കുവാനുള്ള, ജീവൻ വില കൊടുത്തെടുക്കുവാനുള്ള ഒരു പ്രേമബന്ധം എൻ്റെ പ്രിയനുണ്ട്. കർത്താവുമായിട്ട് നമുക്ക് ആഴമായൊരു ബന്ധമുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ അവിടുത്തെ സംതൃപ്തി അന്വേഷിക്കും. ആഴമായ ബന്ധത്തിൽ നിന്നാണ് മദ്യത്തിൻ്റെ ബന്ധനം വിട്ടുമാറുക. ആഴമായ ബന്ധത്തിൽ നിന്നാണ് ചില തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ വേദനിപ്പിക്കാൻ നമുക്ക് തോന്നുമോ?
തോന്നുമോ? എന്തുകൊണ്ടാണ് തോന്നാത്തത്? എന്തുകൊണ്ടാണ് തോന്നാത്തത്? അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും അല്ലേ? കർത്താവിനെ വേദനിപ്പിക്കാൻ നമുക്ക് വേദനയുണ്ടോ? കർത്താവിൻ്റെ നിയമം പാലിക്കാതെ പോകുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നാറുണ്ടോ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഭാരങ്ങൾ, പാപങ്ങളെല്ലാം ചുമക്കാൻ വേണ്ടി യേശു കർത്താവിന് മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ എന്തിനത് ചുമന്നുകൊണ്ട് നടക്കുന്നു? എന്തിനു നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം? ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളും, പാപമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, എല്ലാം എടുത്തു മാറ്റാൻ സർവശക്തനായ യേശു കർത്താവിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്ലേഷിക്കുന്ന കാൽവരി കുരിശിൻ്റെ യാഗത്തിലാണ്. അവിടെയാണ് അതിൻ്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, യെശയ്യാ പ്രവചനം 54:10, മലകൾ മാറ്റപ്പെട്ടേക്കാം, അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും കർത്താവിന് അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. എല്ലാവരെയും പിന്നാലെ കർത്താവ് ഓടി നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിത്തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഇതാണ്, നമുക്കത് സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി, ഒരു വിശ്വാസത്തിന് തല നമ്മൾ ശക്തമാവുക എന്നതാണ്. ചില എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇല്ല കേട്ടോ, ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ 8 വയസ്സുള്ള ഒരു മകൻ വന്നിട്ട് പറയാണ്, അച്ചാച്ച ആ പൈസയും വന്നേക്ക്, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ കൊടുക്കുവോ? നിങ്ങളാണെ കൊടുക്കുവോ? നമുക്ക് കൊടുക്കാൻ പറ്റിയല്ല. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം അതിനുള്ള പ്രാപ്തി കൊച്ചിനില്ല എന്നുള്ളതാണ്. അതേസമയം കുറച്ചുകൂടെ വലുതായി പ്രാപ്തി തെളിയിച്ചിട്ട് 10-22 വയസ്സായി, അപ്പൊ നമ്മൾ കൊടുക്കും. ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല നമ്മൾ അനുഗ്രഹം പ്രാപിക്കാത്തത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പക്വത നമുക്കാകാത്തത് കൊണ്ടാണ്. ദൈവ സ്നേഹമാണെന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് വേറൊരു അർത്ഥത്തിലല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരേ. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം, നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തൊരു ദൈവം, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവനെ ചാരി നിൽക്കാൻ പറ്റിയാൽ, ആ ദൈവവുമായിട്ട് അഗാധമായൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ, അതൊരു അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. എൻ്റെ പേര് ജോൺ പി വർഗീസ്, ലാലു എന്നാണ് എന്നെ വിളിക്കുന്നത്. ഞാനൊരു ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ടാക്സിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ കൊടുത്തിരുന്നു. അത് കുറേ കാലമായിട്ട് റെഡിയായിട്ടില്ല. ഇന്നലെ ധ്യാനത്തിന് ഞാൻ ഉച്ചവരെ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോയി. അപ്പോൾ വൈകുന്നേരം എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ ധ്യാനത്തിനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇവിടെ പറയുകയുണ്ടായ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന്. എനിക്ക് 6 മണിയായപ്പോൾ എൻ്റെ മൊബൈലിൽ എനിക്ക് മെസ്സേജ് കിട്ടി, എൻ്റെ ടാക്സിൻ്റെ കാര്യം ഇട്ട് കഴിഞ്ഞു, തിങ്കളാഴ്ച ഓഫീസിൽ പോയി കളക്ട് ചെയ്യുക എന്ന്. അപ്പോൾ 7 മണിയായപ്പം വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യ എന്നെ ഫോണിൽ വിളിച്ചു. ഇതേപോലെ പറഞ്ഞു, അച്ചായ ഇതേപോലെ ടാക്സിൻ്റെ കാര്യം ശരിയായെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേറെ ആരുമല്ല, നമുക്ക് തന്നെയാണ് ദൈവം ചെയ്തു തന്നത്. ആ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോ